ഭാഗം 30. ആകാശത്തിന് തീ പിടിച്ചെന്ന പോലെ രാത്രി മുഴുവൻ ഞങ്ങൾ എരിപിരി ഓട്ടമായിരുന്നു. മസ്രയിലേക്ക് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. മരുഭൂമിയിലൂടെ സ്ഥിരമായി വണ്ടി ഓടി തെളിഞ്ഞു വന്ന ഒരു മൺപാതയുണ്ട്. വഴി തെറ്റാതിരിക്കാൻ അതിനെ പിൻപറ്റിയാണ് ഞങ്ങൾ ഓടിത്തുടങ്ങിയത്. ആ വഴി എങ്ങോട്ടാണ് നീളുന്നത് എന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന മൺകൂനകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞ് ആ വഴി അപ്പുറത്ത് ഒരു കുന്നിൽ ചെരുവിലേക്ക് മറയുകയാണ്. അതിനപ്പുറത്തും വണ്ടികൾ പോകുമ്പോൾ ഉയരുന്ന പൊടിപടലം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്തായാലും ആ വഴി എവിടെയെങ്കിലും ഒരു ഹൈവേയിൽ ചെന്നെത്തുമെന്ന് ഞങ്ങൾക്കുറപ്പായിരുന്നു. അത് എത്ര അകലെയാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നുള്ളൂ. രാത്രി നല്ല നിലാവുണ്ടായിരുന്നതിനാൽ ഓട്ടം ഒരു പ്രയാസമേ ആയിരുന്നില്ല. അള്ളാഹുവും പ്രകൃതിയും ഒരുപോലെ ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്നെന്ന് തോന്നിപ്പോയി. വഴിയിൽ വർത്തമാനമില്ല, ചിലക്കിലില്ല, പരസ്പരം ഒരു നോട്ടം പോലുമില്ല, ഓട്ടം മാത്രം. എത്ര ദൂരം ഓടിയിട്ടും ഇനി ഒരിക്കലും പിടിപെടാത്ത അകലത്തിൽ എത്തിയിട്ടില്ല എന്നൊരു തോന്നൽ. ആരോ ഞങ്ങളെ പിന്തുടരുന്നുണ്ടെന്ന ഒരു ഭീതി. ഓരോ കാറ്റൊച്ചയും ഇരമ്പവും അർബാബിൻ്റെ വണ്ടിയുടേതെന്ന് ഞങ്ങൾ ആശങ്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ഓട്ടത്തിൻ്റെ വേഗം കൂടിയതെന്നല്ലാതെ ഒട്ടും കുറഞ്ഞില്ല. അങ്ങനെ കുറേ ദൂരം കുറേ നേരം ഓടിക്കഴിഞ്ഞപ്പോൾ ആ വണ്ടിപ്പാത രണ്ടിടത്തേക്ക് നീളുകയാണ്, ഇടത്തോട്ടും വലത്തോട്ടും. എങ്ങോട്ട് പോയാലാണ് ഹൈവേയിലെത്തുക എന്നൊരു വലിയ സംശയത്തിന് കൂനാക്കുരുക്കിലാണ് അത് ഞങ്ങളെ കൊണ്ടുചെന്ന് നിർത്തിയത്. ഏറെ സന്ദേഹങ്ങൾക്കും സംശയം പറച്ചിലുകൾക്കും ഒടുവിൽ ഇടത്തോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓട്ടം തുടങ്ങി. വീണ്ടും കുറേ നേരം കൂടി ഓടിക്കഴിഞ്ഞപ്പോൾ അകലെയൊരു വെളിച്ചത്തിൻ്റെ തുണ്ട് ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി അതൊരു വണ്ടിയുടേതാണ്. അതങ്ങനെ ആടിക്കുലുങ്ങി പതിയെ നീങ്ങുകയാണ്. എൻ്റെ മനസ്സ് കുളിർത്തു. അതാ ഹൈവേ, അതാ ഞങ്ങളുടെ രക്ഷയിലേക്കുള്ള അവസാന മാർഗം. പെട്ടെന്ന് ഇബ്രാഹിം ഞങ്ങളെ ഒരു മൺകൂനയ്ക്ക് പിന്നിലേക്ക് വലിച്ചു മാറ്റി. ആ വണ്ടി ഞങ്ങൾ നിന്നിരുന്ന ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു ഭാഗ്യപരീക്ഷണം വേണ്ട. ചിലപ്പോഴത് നമ്മുടെ അർബാബ് തന്നെയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിചിതന്മാരായ അറബികൾ. എങ്കിൽ അവർ നമ്മളെ കൊണ്ടുചെന്ന് നിർത്തുന്നത് അർബാബിൻ്റെ കല്യാണമുറ്റത്താവാം. ഞങ്ങൾ വഴിയിൽ നിന്ന് ദൂരേക്ക് മാറി ഒരു മൺകൂനയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്നു. ആ വണ്ടി ഇഴഞ്ഞു നിരങ്ങി ഞങ്ങളെ കടന്നുപോയി. ശരിക്കും ഞങ്ങളെ മറികടന്ന ശേഷമാണ് അതൊരു മിനിലോറിയായിരുന്നു എന്ന് ഞങ്ങൾ കാണുന്നത്. അത് ഓടിച്ചിരുന്നത് ഞങ്ങളുടെ മസലിലേക്ക് കച്ചിയുമായി വരാറുള്ള ഒരു പടാനായിരുന്നു. ഹോ, അവൻ എൻ്റെ പരിചയക്കാരനാണ്. ഇബ്രാഹിം നെഞ്ചത്തടിച്ചു. അവൻ നമ്മളെ രക്ഷിക്കും. ഞങ്ങൾ 3 പേരും അലറി വിളിച്ചുകൊണ്ട് ആ വണ്ടിയുടെ പിന്നാലെ ഓടിച്ചെന്നു. പക്ഷേ ഞങ്ങൾ വഴിയിലെത്തിയപ്പോഴേക്കും ആ വണ്ടി ഏറെ ദൂരം മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോഴുണ്ടായ ഒരു നിരാശയും സങ്കടവും. എന്നെയും എൻ്റെ വിധിയെയും പടച്ചോനെയും ഞാൻ ശപിച്ചുപോയി. ഭാഗ്യം കൺമുന്നിലൂടെ കടന്നു പോകുന്നതിൽ പരം സങ്കടം മറ്റെന്തുണ്ട്? ദേഷ്യം കൊണ്ട് ഞാൻ തലമുടി പിടിച്ചു വലിക്കുകയും നെഞ്ചത്തടിക്കുകയും ചെയ്തു. പോയത് പോയി, ഇനി ഒരിക്കലും അത് തിരിച്ചു പിടിക്കാനാവില്ല. അതിൽ വിഷമിച്ചിട്ട് എന്ത് കാര്യം? അടുത്ത വഴി നോക്കുക, ഇബ്രാഹിം ഗാദാരി പറഞ്ഞു. അവിടെ തന്നെ നിന്ന് അടുത്ത ഒരു വണ്ടിക്ക് വേണ്ടി ഭാഗ്യം പരീക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ പ്രതീക്ഷയോടെ കുറേ നേരം നിന്നു. മരുഭൂമി വിജനമായും ശൂന്യമായും ചത്തുമലർന്നു കിടന്നു. ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു, അള്ളാ, ഏതെങ്കിലും ഒരു വണ്ടിക്കാരന്, ഏതെങ്കിലും ഒരു പരിചയക്കാരന് ഞങ്ങളുടെ വഴിക്ക് വരാൻ തോന്നണേ. അന്ന് പക്ഷേ ഒരു വണ്ടിയും ഞങ്ങളുടെ വഴിക്ക് വന്നില്ല. അങ്ങനെ ഏറെ നേരം ഞങ്ങളുടെ ജീവിതത്തെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ലായിരുന്നു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്ന് തോന്നും. പക്ഷേ അന്നേരത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്കതിന് യാതൊരു നിർഭാഗവും ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തെ ചിന്തയിൽ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു ആ കാത്തുനിൽപ്പ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് എത്രയും അകലത്ത് എത്തേണ്ടതായിരുന്നു. നേരം വെളുത്താൽ ഭൂമിയിൽ സൂര്യൻ്റെ പ്രകാശം പതിച്ചാൽ മരുഭൂമി മലർക്കെ തുറന്നു കിടക്കും. പിന്നെ ഞങ്ങൾക്ക് ഒളിക്കാനൊരിടമില്ല. കാലത്ത് അർബാബ് മസ്രയിലെത്തുമ്പോൾ ഞങ്ങളിവിടെയില്ല എന്നറിയുന്നതോടെ അയാൾ ബൈനോക്കുലറും തോക്കുമെടുത്ത് ഇറങ്ങും. മരുഭൂമിയിൽ എവിടെയാണെങ്കിലും അയാൾ ഞങ്ങളെ കണ്ടെത്തും. പിന്നത്തെ ഞങ്ങളുടെ വിധി ഭീകരരൂപിയുടേത് തന്നെ. അതിനവസരം കൊടുക്കരുത്. എന്തായാലും രക്ഷപ്പെടാൻ തീരുമാനിച്ചു. ഇനി രക്ഷപ്പെട്ടേ ആവണം. പിന്നെയും ഞങ്ങൾ ഓട്ടം തുടങ്ങി. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ സത്യമായും നിർഭാഗ്യത്തിൻ്റെ നടുവിലാണെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഒന്നാന്തരം മണ്ടത്തരങ്ങളായിരിക്കും. ഇതെൻ്റെ അനുഭവമാണ്. സത്യത്തിൽ ഞങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിരുന്നെങ്കിൽ അന്നേരം സ്വാഭാവികമായും ഓടേണ്ടത് വണ്ടി പോയ അതേ ദിശയിലേക്കാണ്. പക്ഷേ അന്നേരത്തെ വെപ്രാളത്തിൽ ഞങ്ങൾ ഓടിയത് എതിർ ദിശയിലേക്കാണ്. ഭീതിയും വെപ്രാളവും ഞങ്ങളുടെ ബുദ്ധിയെ മുക്കാലും കെടുത്തിക്കളയുന്നു എന്നതിന് മകുട ഉദാഹരണമായിരുന്നു ആ മണ്ടത്തരം.
പിന്നെ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിരുന്നു. ആ നിയോഗത്തിലേക്ക് ഞാൻ സ്വയം ഓടിച്ചെന്ന് കയറി എന്ന് മാത്രമേ ഇപ്പോൾ ആശ്വസിക്കാൻ കഴിയൂ. വഴിയുടെ അരികു പിടിച്ച് ഞങ്ങൾ ആവുന്നത്ര വേഗത്തിൽ ഓട്ടം തുടങ്ങി. അർബാബിന് വഴിയുണ്ട്, ഞങ്ങൾ കാലോട്ടക്കാരും. ഞങ്ങളൊരു മണിക്കൂർ കൊണ്ട് ഓടുന്ന ദൂരം അർബാബിന് 5 മിനിറ്റ് കൊണ്ടെത്താം. അതുകൊണ്ട് ഒരു രാത്രി കൊണ്ട് കഴിയാവുന്നത്ര ദൂരെ എത്തുക, സുരക്ഷിതമായ ഒരു ഒളിത്താവളം കണ്ടെത്തുക. അങ്ങനെ ഓടുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഈ മസറ ഭൂമിയിൽ ഞങ്ങൾ തനിച്ചായിരുന്നില്ല. ഏറെ ദൂരെ മാറി വേറെയും മസറ ഭൂമികൾ ഉണ്ട്. ഞങ്ങളെപ്പോലെ നിർഭാഗ്യന്മാർ അവിടെയും ആടുകൾക്ക് കാവൽ കിടപ്പുണ്ട്. വഴിയരികിൽ ഞങ്ങൾ അങ്ങനെ 1-2 മസ്രകൾ കണ്ടു. അതൊരു വലിയ അപകടമായിരുന്നു. കാരണം എല്ലാ മസ്രയിലെയും അർബാവുമാരുടെ മകളുടെ കല്യാണം ഇന്നല്ലല്ലോ. അവരവിടെ കാണും. ഞങ്ങളെ കണ്ടാൽ ഏതു പൊട്ടക്കണ്ണൻ അർബാബിനും മനസ്സിലാവും ഞങ്ങൾ ഓടിപ്പോന്നവരാണെന്ന്. അങ്ങനെയാണല്ലോ ഞങ്ങളുടെ രൂപവും പടുതിയും. അതുകൊണ്ട് ഞങ്ങൾ വഴിവിട്ട് കൂടുതൽ ദൂരം മാറിയാണ് ഓടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഓടുമ്പോൾ മറ്റൊരു പ്രശ്നം, നല്ല നിലാവുണ്ട്. തീർത്തും നിരപ്പായ പ്രദേശത്തുകൂടി ഓടിയാൽ എത്ര ദൂരം നിന്നും ആർക്കും ഞങ്ങളെ കാണാം. 3 വിരൂപജീവികൾ മരുഭൂമിയിലെ ജിന്നുകളാണെന്ന് ആരെങ്കിലും വിചാരിക്കണമെങ്കിൽ അവനത്ര പേടിത്തൂറി ആയിരിക്കണം. അതുകൊണ്ട് കഴിയാവുന്നത്ര മറവ് പറ്റാൻ പാകത്തിൽ കുന്നുകളുടെയും മൺകൂനകളുടെയും അരികു ചേർന്നാണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നത്. അത് ഞങ്ങളെ ഒരു വലിയ അപകടത്തിലേക്കാണ് കൊണ്ടുചെന്ന് എത്തിച്ചത്. ഞങ്ങളുടെ കൺമുന്നിൽ അപ്പോൾ ഭേദപ്പെട്ടൊരു കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ കുന്നു കയറി താഴേക്ക് ഓടിയിറങ്ങിച്ചെന്നത് മറ്റൊരു മസ്രയുടെ മുന്നിലേക്കാണ്. ഞങ്ങൾക്ക് ഒളിക്കാൻ സമയം കിട്ടിയില്ല. അതിനു മുമ്പ് അവിടെ ആരോ ഞങ്ങളെ കണ്ടു. എന്നു മാത്രമല്ല, ആ ഓട്ടത്തിനിടെ നിലത്ത് ഉറങ്ങിക്കിടന്ന ഒരുത്തൻ്റെ ദേഹത്ത് ഹക്കീം ചവിട്ടുകയും ചെയ്തു. അവൻ ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ്റെ മുന്നിലൂടെ 2-3 ഭീകരജീവികൾ ഓടിപ്പോകുന്നു. അവൻ കള്ളൻ കള്ളൻ എന്ന് നിലവിളിക്കാൻ തുടങ്ങി. അവനവിടെ ഏകാംഗപ്പട്ടാളം ആയിരുന്നില്ല. അവൻ്റെ നിലവിളി കേട്ട് അവിടെ മറ്റ് മസ്ര ജീവികളും എഴുന്നേറ്റു. അവന്മാർ ഞങ്ങളെ ഓടിയിട്ട് പിടിക്കാൻ നോക്കി. ഞങ്ങൾ കുതിറിയോടി. അപ്പോഴേക്കും അവരുടെ അർബാബ് എഴുന്നേറ്റിരിക്കണം. അറബിയിൽ എന്തൊക്കെയോ അലറലുകൾ ഞങ്ങൾ കേട്ടു. ഞങ്ങൾ കുതിച്ചോടി. പെട്ടെന്ന് എന്നെ ആരോ പിന്നിൽ നിന്ന് ഒരുന്ത്. ഞാൻ നിലത്തേക്ക് കമിഴ്ന്നടിച്ചു വീണു. അടുത്ത നിമിഷം ഞങ്ങൾക്ക് പിന്നിൽ ഒരു വെടി പൊട്ടി. ഞാൻ അന്നേരം താഴെ വീണില്ലായിരുന്നുവെങ്കിൽ അതെൻ്റെ പുറംതുളച്ചുകൊണ്ട് അപ്പുറത്തെത്തിയേനെ. എഴുന്നേൽക്കരുത്, നിലത്ത് പറ്റിക്കിടന്നുകൊണ്ട് ഇബ്രാഹിം പറഞ്ഞു. അവർ നോക്കുമ്പോൾ മുന്നിലോടിയിരുന്ന 3 പേരെ പെട്ടെന്ന് കാണാനില്ല. അവർ അന്തിച്ചു നിന്നെന്ന് തോന്നുന്നു. ഞങ്ങൾ ശരിക്കും ജിന്നുകളായിരുന്നിരിക്കാം എന്ന് അവർ വിചാരിച്ചിരിക്കണം. ഞങ്ങൾ 3 പേരും പതിയെ ഇഴയാൻ തുടങ്ങി. ആശങ്കയോടെ കുറച്ചുകൂടി പിന്തുടർന്ന് വന്നിട്ടും 4 വശത്തേക്കും ചുമ്മാ ഓരോ റൗണ്ട് വെടികൂടി വെച്ചിട്ട് അവർ മടങ്ങിപ്പോയി. ഞങ്ങൾ ഇഴഞ്ഞ് ഒരു മൺകൂനയ്ക്ക് പിന്നിൽ ഒളിച്ചു. അവർ പോയി കഴിഞ്ഞു എന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തിയ ശേഷമാണ് പിന്നെ ഞങ്ങൾ എഴുന്നേറ്റ് ഓട്ടം തുടങ്ങിയത്. ആ ഓട്ടത്തിനിടയ്ക്ക് അന്നേരം എന്നെ നിലത്തേക്ക് തള്ളിയിടാൻ തോന്നിയ ഇബ്രാഹിമിൻ്റെ മനസ്സിനും ബുദ്ധിക്കും ഞാൻ നന്ദി പറഞ്ഞു. അവൻ അതിശയപ്പെട്ടു. ഞാനോ? ഞാൻ നിന്നെ കൈ തൊടാനാവുന്ന അകലത്തിലായിരുന്നില്ല. തന്നെയുമല്ല, അപ്പോഴൊരു വെടി ഞാൻ പ്രതീക്ഷിച്ചതുമില്ല. എങ്കിൽ ഹക്കീമായിരിക്കണം. അവൻ പറഞ്ഞു, അല്ല, ഞാനല്ല. ഞാൻ എങ്ങനെ വീണു എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആര്? ഞങ്ങൾ പരസ്പരം സംശയത്തോടെ നോക്കി. അപ്പോൾ മാത്രമാണ് ആ ഓട്ടത്തിനിടയിലെ ആ 4-ാമൻ്റെ അദൃശ്യ സാന്നിധ്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. നന്ദി കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി.